പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഉദ്ധിതനായ തമ്പുരാന്റെ മുൻപിലാണ് നാം ഇപ്പോൾ. ദൈവത്തെ നമുക്ക് ആരാധനയോടെ കാണാം, അവനെ ആരാധിക്കാം, അവന് സ്തുതിഗീതങ്ങൾ ആലപിക്കാം. അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി അവൻ്റെ അടുത്തായിരിക്കാം. ലാസറിൻ്റെ സഹോദരി മറിയം തമ്പുരാൻ്റെ പക്കൽ ആയിരുന്നതുപോലെ നമുക്കും അവൻ്റെ സമീപത്തായിരിക്കുവാനായി ശ്രമിക്കാം. തമ്പുരാൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ മർത്ത വളരെയേറെ ആകുലപ്പെടുന്ന അവസ്ഥയായി മാറുകയാണ്. മറിയം വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തമ്പുരാനോട് മർത്ത പറയുകയാണ്, മറിയത്തോട് പറയുക എന്നെ വന്ന് സഹായിക്കുവാൻ. ഈ സമയം തമ്പുരാൻ മർത്തായോടൊരു കാര്യം പറയുകയാണ്, മർത്ത മർത്ത, നീ ഒത്തിരി കാര്യങ്ങളിൽ ആകുലപ്പെട്ടിരിക്കുന്നു. മറിയം ശ്രേഷ്ഠ ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ഏതാണ് ശ്രേഷ്ഠ ഭാഗം? തമ്പുരാന്റെ സാന്നിധ്യം മനസ്സിലാക്കി തമ്പുരാന്റെ ചാരത്തിരിക്കുക. നമ്മെ അറിയാവുന്നവൻ്റെ, നമ്മുടെ എല്ലാ വേദനകളും അറിയാവുന്ന ആ തമ്പുരാന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി മാറ്റിമറിച്ച് നമുക്ക് സൗഖ്യം നൽകുവാൻ കഴിവുള്ളവൻ്റെ മുമ്പിലായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം ഉരുവിടുന്നത് കേൾക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പല വിധത്തിൽ ആകുലപ്പെടുമ്പോൾ ദൈവികമായ സ്വരം കേൾക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന വചനം നമുക്ക് ഓർക്കാം. കഷ്ടതയിലൂടെ നീ നടന്നു പോകുമ്പോഴും ഏതെല്ലാം പ്രതിസന്ധികൾ വരുമ്പോഴും നിന്റെ ഗുരു നിന്നോട് സംസാരിക്കുന്നുണ്ട്. ആ സ്വരം ശ്രവിക്കുവാൻ നമുക്കും ദാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. മറിയം ശ്രേഷ്ഠ ഭാഗം തിരഞ്ഞെടുത്തതുപോലെ നമുക്കും ശ്രേഷ്ഠ ഭാഗം തിരഞ്ഞെടുക്കാം. ബർത്തിമിയൂസ് പറഞ്ഞതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒന്നുകൂടി കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലതും കേട്ട് ദൈവിക സ്വരം നമ്മിൽ നിന്നും ദൈവിക സ്വരം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കാതുകളെ ഒന്ന് സ്പർശിക്കണമേ, ഞങ്ങൾക്ക് കേൾവി ശക്തി ലഭിക്കണമേ, ആന്തരിക നേത്രങ്ങൾ തുറക്കുവാനും ശ്രവണേന്ദ്രിയങ്ങൾ തുറക്കുവാനും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വേദനയുടെ നിമിഷത്തിൽ നമ്മുടെ കാതുകൾ തുറന്നു തരുവാൻ കഴിവുള്ള ആ തമ്പുരാന്റെ സവിതയെ നമുക്കായിരിക്കാം. ഒരിക്കൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇതാ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. എന്താണ് കുരിശിൻ്റെ അർത്ഥം? കുരിശ് കാണുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് കുരിശിലെ യേശു നമ്മളോട് സംസാരിക്കുന്നത്, നിന്റെ പാപത്തിനും നിന്റെ അതിക്രമങ്ങൾക്കും എല്ലാം പകരമായിട്ടുള്ള മരണം ഞാൻ ഏറ്റെടുത്തു. ഇനി നിന്നെ ശിക്ഷിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പാപത്തിൻ്റെ ശമ്പളമായ മരണം ഞാൻ ഏറ്റെടുത്തു എന്ന് നമുക്ക് വിളിച്ചോതുന്നതല്ലേ കുരിശ്. അതുകൊണ്ടല്ലേ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണെങ്കിലും
രക്ഷയിലൂടെ ചരിക്കുന്ന എനിക്ക്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ശക്തിയാണ് എന്ന്. നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം, നമ്മുടെ അതിക്രമങ്ങളുടെ ശമ്പളമായ മരണമെല്ലാം ദിവ്യനാഥൻ ഏറ്റെടുത്ത് നമ്മെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, നമ്മെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. അതേ, ആ തമ്പുരാന്റെ പാദാന്തികത്തിൽ ഇരുന്ന് വചനം ശ്രവിക്കുവാൻ, അവന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തി പാടി പാടി സ്തുതിച്ച് അവനെ അകക്കണ്ണുകൊണ്ട് കണ്ട് 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 ആ ദൈവ സാന്നിധ്യം മനസ്സിലാക്കി നമുക്കായിരിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ആരാധനയുടെ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അവനെ നോക്കിയവർ എല്ലാവരും പ്രകാശിതരായി. മ്ലാനമായ മുഖം നമ്മിൽ നിന്ന് മാറുവാൻ നമ്മുടെ തമ്പുരാന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ പ്രകാശം നമ്മിലേക്ക് അവിടുന്ന് ചൊരിയുകയാണ്. ആ തമ്പുരാന്റെ മുൻപിലായിരുന്നു കൊണ്ട്, തമ്പുരാനെ ഞങ്ങളെ സ്വീകരിക്കണമേ, ഞങ്ങളെ നിന്നിലേക്ക് ചേർത്ത് നിർത്തണമേ, നിന്റെ മാറിൽ ഞങ്ങളെയും ചേർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, വലിയൊരു ദൈവികമായ സൗഖ്യം നമുക്ക് അനുഭവിക്കാം. നമുക്ക് ദൈവത്തെ കാണുവാൻ ശ്രമിക്കാം. അവൻ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാത്ത വചനം നൽകിയവൻ, ആ വചനം ജീവനോടെ നമ്മുടെ സന്നിധിയിലുണ്ട്, നമ്മുടെ നടുവിലുണ്ട്. ആ ദിവ്യനാഥനെ നമുക്ക് ആരാധിക്കാം. അവനെ കൺകുളിർക്കെ നമുക്ക് കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായും ആ ദിവ്യനാഥനെ കണ്ടുകൊണ്ട് അവനെനിക്ക് മതിയായവനാണ് എന്ന് വിളിച്ചു പറയുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉപേക്ഷിച്ചെന്നാലും എല്ലാം എന്നിൽ നിന്നകന്നു പോയാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്നാലും എല്ലാം എന്നിൽ നിന്നകന്നു പോയാലും, നിന്നെ ഞാൻ വിടില്ല, ഇതു നിശ്ചയം.